2026 പുത്തൻ വർഷമാണ്. പുതിയ കാര്യങ്ങൾ നിങ്ങൾ ശീലിക്കാൻ വേണ്ടി തുടങ്ങി. കാരണം ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയല്ലേ? എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നല്ല രീതിയിൽ പോകുന്ന ഒരു പരിധി വരെ ഈ ആരംഭ ചുരത്തുള്ളവർക്കൊക്കെ നല്ല രീതിക്ക് പോകുന്ന ഒരു സമയം കൂടിയാണ് ഇത്, അല്ലെ? ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരു കാര്യം ആഡ് ഓൺ ചെയ്യണമെന്ന് തോന്നി. ഇഫ് യു ആർ റിയലി വില്ലിംഗ് ടു ചേഞ്ച് യുവർ ലൈഫ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മറക്കാതിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ പുതിയ റെസൊല്യൂഷൻസ് എടുത്തോ, പുതിയ രീതികളൊക്കെ തുടങ്ങിക്കോ, പുതിയ ഹാബിറ്റ്സ് ഫോളോ ചെയ്തോ, പക്ഷെ മറക്കാണ്ടിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. പഴമയുടെ കുറേ ഭാണ്ഡക്കെട്ടുകളും ചുമന്നുകൊണ്ടായിരിക്കും പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നത്. അത് പലതരത്തിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ചിലരോടുള്ള വിദ്വേഷമാകാം, വൈരാഗ്യമാകാം, മറ്റു പല തെറ്റിദ്ധാരണകളാകാം, ചിന്തകളാകാം, നമുക്ക് നമ്മളെ കുറിച്ചുള്ള വേർത്ത്ലെസ്നെസ് ആവാം, നമ്മളെ തന്നെ ലവ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാവാം, എന്തുമായിക്കോട്ടെ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് മുന്നോട്ട് പോകണ്ടേ? പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ സെർച്ച് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ് പെർഫെക്ഷൻ, പൂർണ്ണത. അത് കിട്ടിയേ പറ്റൂ എന്നുള്ള വാശി, നമ്മുടെ ലൈഫ് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള ചിന്ത നിങ്ങളുടെ ലൈഫിലുണ്ടോ? എങ്കിൽ അതും നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ മാറ്റിവെക്കേണ്ടതാണ്. നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ, എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ മുറിവേൽപ്പിച്ചിട്ടുള്ളവരെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ നിങ്ങളുടെ ലൈഫിനെ എപ്പോഴും റൂയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അല്ലെ? ആ മുറിവുകൾ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. അത് അങ്ങനെയുള്ള ചിന്തകളെ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റിയാൽ അത് ഇത്ര രസകരമായിരിക്കും. അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒബ്വിയസ്ലി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വളരെ വിരളമാണ്. ഈവൻ സംടൈംസ് പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ ഇല്ല. എല്ലാത്തിനും ഒരു പരിഹാരമോ അല്ലെങ്കിൽ ഒരു മറുവഴിയോ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള മറുവഴികളും പരിഹാരങ്ങളും കണ്ടുപിടിച്ച് നിങ്ങൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയാൽ എന്ത് രസകരമായിരിക്കും, അല്ലേ? ഇനി ഇതൊക്കെ ഒറ്റയടിക്ക് കൊണ്ട്, ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒന്ന് കണ്ണ് ചിമ്മുന്നത് പോലെ മാറ്റാൻ പറ്റുമോ? ഒരിക്കലില്ല. പതുക്കെ മാറ്റാൻ പറ്റൂ. ഗിവ് ടൈം. നമ്മൾക്ക് എപ്പോഴും എല്ലാം പെട്ടെന്ന് കിട്ടണം അല്ലെങ്കിൽ പെട്ടെന്ന് സാധിക്കണം എന്നൊരു കൈൻഡ് ഓഫ് ഒരു മെന്റാലിറ്റിയിൽ നമ്മൾ എല്ലാ കാര്യത്തെയും അപ്രോച്ച് ചെയ്യണം. പക്ഷെ എനിക്ക് നിങ്ങളോടുള്ള പേഴ്സണൽ റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക, ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കിട്ടണമെങ്കിൽ നമുക്ക് തന്നെ സമയം കൊടുക്കണം. പുതിയ വർഷമാണ്, പെട്ടെന്ന് എല്ലാം ചേഞ്ച് ചെയ്യാം, നടക്കത്തില്ല. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, ഈ വർഷം അവസാനിക്കുമ്പോഴേക്കും എന്റെ ലൈഫിലെ ഈ മാറ്റേണ്ട കാര്യങ്ങൾ ഞാൻ തീർച്ചയായും മാറ്റും എന്ന്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള കാര്യമാണ്. ഓരോ ദിവസവും ഒരു പുതിയ തുടക്കമാണ്. നമ്മൾ എന്നാണ് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, അന്നാണ് ദി ബെസ്റ്റ് ഡേ അല്ലെങ്കിൽ ദി ഫസ്റ്റ് ഡേ ഓഫ് അവർ ലൈഫ്. ഒന്നിനും കാലതാമസം വന്നിട്ടില്ല. എല്ലാം ആദ്യം തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. നമ്മൾ എപ്പോ ചിന്തിക്കുന്നോ അവിടെയാണ് ചേഞ്ച് ഇരിക്കുന്നത്. സോ ആ ഒരു ചേഞ്ചിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് ഹെൽപ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസുമായിട്ട് ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതിനുവേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ ഇടയ്ക്ക് കമന്റ് ചെയ്യുക. നമുക്ക് കൂടുതൽ സംസാരിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ പ്ലീസ് ഡു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ.